ഇന്നത്തെ 4 മണി പലഹാരം ക്രിസ്പിയും ഫ്ലഫിയുമായിട്ടുള്ള കായ ബജിയാണ്. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. കായ ബജി ഉണ്ടാക്കാനായി നമുക്ക് പൊന്തൻ കായാണ് വേണ്ടത്. ഇതിന്ന് 3 കായ എടുത്ത് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴുകിയെടുത്ത ഈ കായ നൈസായി കട്ട് ചെയ്തെടുക്കാം. തീരെ കനം കുറച്ച് വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ നന്നായിട്ട് വളഞ്ഞു വരണം. കട്ട് ചെയ്തതിന് ശേഷം കഴുകുകയൊന്നും ചെയ്യരുത്. കട്ട് ചെയ്തതിന് ശേഷം അധിക നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു കറുപ്പ് കളർ വരും. ഇനി പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇത്രയും കായ വറുത്തെടുക്കാനായി 1/4 കപ്പ് കടലമാവ് മതി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 4 അല്ലി വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിതി ചേർക്കാം. പിന്നെ ബജിക്ക് നല്ല കളർ കിട്ടാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം. നല്ല എരിവൊക്കെ വേണമെന്നുണ്ട് 3/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കായപ്പൊടിയും കൂടെയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. സോഡാപ്പൊടി ഇടുന്നതുകൊണ്ട് നല്ലതായിട്ട് പൊങ്ങി വീർത്ത് വരും. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇതിലിപ്പോൾ ഞാൻ ഉപ്പുനീരാണ് ഒഴിക്കുന്നത്. ആദ്യം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാം. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൂടിപ്പോകാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. മാവിൽ ഒട്ടും കട്ടയൊന്നും പിടിച്ച് കിടക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബാറ്റർ നന്നായാലേ കായ ബജി നന്നാവത്തുള്ളൂ. ഇങ്ങനെ കോരി ഒഴിക്കുമ്പം ഇതുപോലൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടിയത്. ഇനി ഉടൻ തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ വാഴയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വാഴയ്ക്ക കണ്ടില്ലേ, ഇതുപോലെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ. വാഴയ്ക്ക ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ ഇതുപോലെ പൊങ്ങി വരത്തുള്ളൂ. ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തീ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുത്താലേ ഉള്ളിലെ കായ നന്നായിട്ട് വേവത്തുള്ളൂ. ഇപ്പം മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. നന്നായി പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കായ ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. അപ്പം നല്ല ഫ്ലഫിയും ക്രിസ്പിയുമായിട്ടുള്ള കായ ബജി ചൂടോടെ ചട്നിക്കൊപ്പം കഴിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക്